കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 19. നമ്മൾ ശ്ലോകം 7 പറഞ്ഞത്. വളരെ ഗഹനമായിട്ടുള്ള അർത്ഥമുള്ളൊരു ശ്ലോകമാണ് അത്. എന്താ വെച്ചാൽ ആദി മധ്യവും അന്തവും ഉണ്ടായതിന് ജഗത്തിന്, ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, കുറേ കാലം നിൽക്കുന്നുണ്ട്, അല്ലെ, സ്ഥിതിയുണ്ട്, സംഹാരം, നശിക്കണമുണ്ട്. അപ്പോൾ ഈ ജഗത്തിന് ആദ്യം മധ്യവും അവസാനമുണ്ട്. അപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞ വെച്ചാൽ, ആദ്യം മധ്യവും അവസാനങ്ങളും ഉള്ള ഈ ജഗത്ത്, ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പും ഈ പ്രപഞ്ചം നശിച്ചതിന് ശേഷവും എന്താണ് അവിടെ ഉള്ളത്, അതന്നെയാണ് ശരിക്ക് ഈ മധ്യത്തിലും ഉള്ളൂ. അതായത് ആദിയിലും അന്ത്യത്തിലും ഇല്ലാത്ത ഈ ജഗത്ത്, അതായത് ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവുന്നില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ നശിച്ചാലും ഇല്ല, അതിന് മുമ്പ് കുറച്ച് കാലം ഉണ്ടല്ലോ. ആ ജഗത്ത് നമുക്കുണ്ടെന്ന് തോന്നപ്പെടുന്നത് അത് മായയുടെ ഒരു കളിയാണത്. നമുക്കുണ്ട് തോന്നണത്. അതിനെ വിട്ടിട്ട് നമ്മൾ എന്തിനെ ആശ്രയിക്കണം? ആദി മധ്യവും അന്തവും ഇല്ലാത്ത ആ അഖണ്ഡമായ സച്ചിദാനന്ദത്തിനെ മാത്രം നമ്മൾ അവിടെ ഉള്ളൂ എന്ന് നമ്മൾ ബോധിച്ചിട്ട് ആ പരമാത്മ പരിപൂർണ ബ്രഹ്മത്തിൽ ലയിക്കണം എന്ന് പറയുകയാണ്. അതിന് ആ ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അതാണ് നമ്മൾ വിസ്തരിച്ച്. അതായത് ഒരു കയറവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കയറ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കയറാണ് ഇപ്പോൾ ബ്രഹ്മം എന്ന് നമുക്ക് സങ്കല്പിക്കാം. കയറ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരാൾക്കത് കയറല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പാന്ന് അങ്ങോട്ട് തോന്നിയത്, കയറന്നെ ഉള്ളൂ. പക്ഷെ പാമ്പാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പാമ്പാന്നുള്ള തോന്നൽ ഇല്ലാതാകുന്നത് വരെ പാമ്പ് തന്നെയാണെന്നാണ് വിചാരിക്കണത്. ശരിക്കും പാമ്പാ വിചാരിച്ചിട്ടാ പേടിക്കണതല്ലേ. അത് കഴിഞ്ഞ് പാമ്പാണ് അല്ലാന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ കയർ മാത്രമേ ഉള്ളൂ. അതേപോലെയാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മായയുടെ പ്രഭാവം കൊണ്ട് നമുക്ക് ജഗത്ത് അതിൽ ഉണ്ട് എന്ന് തോന്നുകയാണ്. പക്ഷേ നമ്മൾ മായെന്ന് ഉണർന്നാൽ മുമ്പുണ്ടായിരുന്ന ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഈ മധ്യത്തിൽ മാത്രം മധ്യാവസ്ഥയിൽ മാത്രം ഉണ്ടെന്ന് തോന്നുന്ന ഈ ആദിയിലും അന്ത്യത്തിലും ഇല്ലാത്ത ഈ നാമരൂപാത്മകമായിട്ടുള്ള ഈ ജഗത്ത് ഈ മധ്യാവസ്ഥയിൽ തോന്നപ്പെടുന്നത് തന്നെ മായ കൊണ്ടാണ്. അപ്പം മായയിൽ നിന്ന് നമ്മൾ ഉണർന്നാൽ, അതുകൊണ്ടാണ് പറയണത് ആദിമധ്യാന്ത രഹിതമായിട്ടുള്ള ആ സച്ചിദാനന്ദത്തെ മാത്രം സത്യമായി ബോധിച്ച് ആ സച്ചിദാനന്ദത്തിൽ പരിപൂർണ ബ്രഹ്മത്തിൽ നീ അടഞ്ഞാലും, അല്ലെങ്കിൽ നീ അതിനെ നീ പിന്നെ ഭജിച്ചാലും, അതാണ് ഭഗവാൻ പറയണത്. അതന്നെയാണ് ഈ നടുവിലുള്ളത്. അപ്പം അത് മാത്രമാണെന്ന് നീ അറിഞ്ഞ് ആ ബ്രഹ്മജ്ഞാനത്തിൽ ഉത്ബുദ്ധനാവൂ എന്നാണ് അതിന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു കയറിൻ്റെ ഒരു എക്സാമ്പിൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കയറ് മാത്രമേ ഉള്ളൂ, പക്ഷെ കുറച്ച് നേരത്തേക്ക് പാമ്പാ വിചാരിച്ചു. ആ പാമ്പാന്നുള്ള വിചാരം കഴിഞ്ഞാൽ കയറ് മാത്രമേ ഉള്ളൂ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കുറച്ച് കാലത്തേക്ക് നമുക്ക് ഈ ജഗത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അത് മായ കൊണ്ടാണ്. ആ മായെന്ന് നമ്മൾ ഉണർന്നാൽ, ഇപ്പം പാമ്പല്ല എന്ന് വെളിച്ചം കൊണ്ടൊന്ന് മനസ്സിലാവുമ്പോൾ, അതുപോലെ മായെന്ന് നമ്മൾ ഞാൻ ഉദിച്ചിട്ട് ഉണർന്നാൽ അപ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന്. അതാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. ഇനി നമുക്ക് 7 കഴിഞ്ഞ് ഇനി നമുക്ക് 8ലേക്ക് പോവാം. 8 ആക്ച്വലി ഉദ്ധവൻ്റെ സംശയമാണ്. പിന്നെ ആദ്യം ഉദ്ധവൻ ചോദിക്കുകയാണ്. ഉദ്ധവന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉദ്ധവൻ്റെ സംശയം വന്നു. അതാണ് ഇനി പറയണത് കേട്ടോ. ഉദ്ധവൻ ചോദിക്കണതാണ് ഇനി പറയണത് കേട്ടോ. ഇപ്പോൾ ഇനി ഉദ്ധവ ഉവാചാണ് കേട്ടോ. ഉദ്ധവ ഉവാച വായിക്കാം. 8ാമത്തെ ശ്ലോകം. ജ്ഞാനം വിശുദ്ധം വിപുലം ഉദ്ധവ ഉവാച. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതദ്വൈരാഗ്യവിജ്ഞാനയുതം പുരാണം
ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. അപ്പം ചോദിക്കുകയാണ് ഉദ്ധവനെ, ഈശാ ഹേ ഈശ്വര, താപത്രയേണ ആധ്യാത്മികം ആദി ദൈവികം എന്നീ താപത്രയത്താൽ അഭിഹതസ്യ അങ്ങേയറ്റം ഉപദ്രവിക്കപ്പെട്ട അല്ലെങ്കിൽ വിഷമിക്കുന്ന ഘോരേ ഭവാധ്വനി ഈ ഘോരമായ ഈ ജഗത്തിൽ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ സന്തപ്യമാനസ്യ വളരെ ദുഃഖിക്കുന്നവനായിട്ട് അമൃതാഭിവർഷാത് അമൃതം പൊഴിയുന്ന തവ അംഘ്രി ദ്വന്ദ്വം അങ്ങയുടെ അമൃതം പൊഴിക്കുന്ന ചരണകമലങ്ങളെ ആകുന്ന ചരണഘടകങ്ങളല്ലാതെ അന്യത് വേറെ ശരണം ഒരാശയവും ന പശ്യാമി കാണുന്നില്ല. അപ്പോൾ എന്താ പറയണ, വലിയ ഭയങ്കരമായിട്ട് ഭഗവാന് കേമായിട്ടുള്ള വാക്കുകളെ കൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. ഹേ വിശ്വേശ്വര, വിശ്വത്തിന് മുഴുവൻ ഈശ്വര, വിശ്വമൂർത്തെ വിശ്വാകാരമായി നിൽക്കുന്നവനെ, എന്താണ് പിന്നെ വൈരാഗ്യം വിജ്ഞാനം എന്നിവയോടു കൂടിയ വൈരാഗ്യം വേണമല്ലോ, നല്ല വൈരാഗ്യം വേണമല്ലോ, വിജ്ഞാനം അനുഭവം വേണം. അങ്ങനെയുള്ളതോടു കൂടിയ ആ പരിശുദ്ധമായ ജ്ഞാനത്തെയും, വൈരാഗ്യവും അത് ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടായിട്ടല്ലേ ആ ജ്ഞാനം ഉണ്ടാവുള്ളൂ, ആ ജ്ഞാനത്തെയും ബ്രഹ്മാവ് മുതലായവർക്ക് പോലും സിദ്ധിക്കാത്ത ആ ഭക്തിയോഗത്തെയും, അതാണ് ത്വദ്ഭക്തിയോഗം, എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറയണത്. അതാണ് ഇതിൽ പറയണത്. എന്താ വെച്ചാൽ പിന്നെ അമൃതം പൊഴിയുന്ന താങ്കളുടെ അല്ലേ ജ്ഞാനം വിശുദ്ധം വിപുലം, അതല്ല കേട്ടോ, അതല്ല 9, അതാണ് 8ആണല്ലോ. അതെ ജ്ഞാനം വിശുദ്ധം വിപുലം യഥയത്, അതാണല്ലോ. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ എല്ലാ വിശ്വേശ്വര വിശ്വമൂർത്തി എന്നാണ് സംബോധന ചെയ്യണത്. പുരാണം വിശുദ്ധം പുരാണം വെച്ചാൽ അനാദി, ആദ്യന്തമില്ലാത്തതും വിശുദ്ധം ശുദ്ധിയാക്കുന്നതും വൈരാഗ്യ വിജ്ഞാനവിധം, വൈരാഗ്യവും വിജ്ഞാനവും ചേർന്നതാലല്ലേ ജ്ഞാനം ഉണ്ടാവുള്ളൂ അല്ലേ. വൈരാഗ്യം വേണം, അറിഞ്ഞത് അനുഭവമാവും വേണേ, അത് രണ്ടും കൂടിയതാ. ഈ ജ്ഞാനത്തിനെയും മഹദ്വിമൃഗ്യം മഹാന്മാരായിട്ടുള്ള ദേവന്മാർക്ക് പോലും, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും പിന്നെ അവർ പോലും അന്വേഷിക്കുന്നതുമായ ത്വദ്ഭക്തിയോഗം തങ്ങളുടെ ഭക്തിയോഗത്തെയും വിപുലം വിസ്തരിച്ച് യഥാ ആഖ്യാഹി എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. എന്നിട്ടാണ് പിന്നെ ചരണകമലങ്ങളെ ആശ്രയിക്കണമെന്ന് പറയുന്നത്. ആദ്യം അതാണ് ചോദിക്കണത്. ഭഗവാൻ പറയണത് അതാണ്, സർവജ്ഞനും വളരെ ഭക്തവത്സരനും ആയിട്ടുള്ള ഭഗവാനെ ആ വളരെ രഹസ്യമായിട്ടുള്ള ആത്മസ്വരൂപത്തിനെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപം എങ്ങനെയാണ്, അതൊക്കെ എനിക്ക് പറഞ്ഞു തരൂ, അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ വിസ്തരിച്ച് പറയണം എന്നോട് എന്ന് പറയാണ് ഉദ്ധവൻ ഭഗവാനോട്. അതാണ് പറഞ്ഞത്. കാരണം ശരിക്കും തന്നെ അതെ, എന്താ വെച്ചാൽ ജ്ഞാനവും വിജ്ഞാനവും കൂടിയിട്ടുള്ള പരിശുദ്ധമായ ജ്ഞാനം സാധാരണ ബ്രഹ്മദേവന്മാർ അവർക്ക് പോലും സിദ്ധിക്കാൻ വിഷമമുള്ളതാണ്. അങ്ങനത്തെ അവിടുത്തെ ഭക്തിയോഗത്തെയും എനിക്ക് പറഞ്ഞു തരണം. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതദ്വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. ഇങ്ങനെയാണ് പറയണത്. അങ്ങയുടെ ചരണകമനങ്ങളെ ആശ്രയിക്കാൻ മാത്രമേ പറ്റുള്ളൂ. താപത്രയേണാഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവാധ്വനീശ പശ്യാമി നാന്യശരണം, വേറെ ശരണമില്ല എന്ന്, അന്യശരണം തവാംഘ്രി ദ്വന്ദ്വാതപത്രാത അമൃതാഭിവർഷാത്. അതുകൊണ്ടാണ് പറയുന്നത്, ഹേ ഈശ, എന്താ താപത്രയം, ഈ താപത്രയങ്ങളാൽ ഞങ്ങളിങ്ങനെ വല്ലാതെ ക്ലേശിക്കപ്പെട്ട് ഈ ഭയങ്കരമായ പിന്നെ ഈ സംസാരത്തിൽ ഞങ്ങളെ ഈ താപത്രയങ്ങളാൽ തപിപ്പിക്കപ്പെട്ട് ഹിംസിക്കപ്പെട്ട ഞങ്ങൾ അമൃതം പൊഴിയുന്ന അങ്ങയുടെ, അതാണ് അമൃതാഭിവർഷാത്, അമൃതം പൊഴിയുന്ന അങ്ങയുടെ തവ അംഘ്രി ദ്വന്ദ്വാതപാത്, അങ്ങയുടെ ചരണ പങ്കജങ്ങളെ ആകുന്ന അതല്ലാതെ, ചരണപങ്കജങ്ങളല്ലാതെ ഞങ്ങൾക്ക് അന്യത് ശരണം എന്ന് പശ്യാമി, വേറൊരു ശരണം ഞാൻ കാണില്ല എന്ന് പറയാണ്. വേറെ അങ്ങയുടെ പാദപത്മങ്ങളല്ലാതെ ഞങ്ങൾക്ക്
ഒരു ശരണം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ താപത്രയത്താൽ ഞങ്ങളിങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ പാദപത്മങ്ങളല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ യാതൊരു പിന്നെ ഒരു ശരണവും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയണം. അതായത് എത്ര ശരിയാണല്ലേ പറയണത്. ഈ 3 തരം താപത്രയം, അതായത് ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവുമായിട്ടുള്ള താപങ്ങൾ അനുഭവിച്ച് ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുകയാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങയുടെ കാലടികളല്ലാതെ വേറെ ഒരു ശരണവുമില്ല. അതാണ് ഈ 9 പറഞ്ഞ കേട്ടോ. താപത്രയേണാഭിഹതസ്യ ഘോരേ സന്തപ്യമാനസ്യ ഭവാധ്വനീശ പശ്യാമി നാന്യച്ചരണം തവാഘ്രിദ്വന്ദ്വ ആതപത്രാത് അമൃതാഭിവർഷാത്. അങ്ങയുടെ കാലടിയാവുന്ന ആതപത്രം കൊട, ആ കൊടയുടെ കീഴിലിരിക്കണം ഞങ്ങൾക്ക്. എന്നാലേ ഞങ്ങൾക്ക് ഒരാശ്രയം വേറെ ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ കേട്ടോ. അതാണ് ശ്രീപാദപത്മാകുന്ന കുടയിൽ നിന്ന് വേറെ ഒരു, അതായത് അങ്ങയുടെ പാദങ്ങൾ ഞങ്ങൾക്ക് ഈ താപവർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കൊട പോലെയാണ്. ആതപത്രമാണ്, അതാണ്. എന്നിട്ട് ഞങ്ങളെ മേലെ അമൃതം വർഷിക്കണം. ആ കാലിൻ്റെ താപത്രയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാലാകുന്ന കൊട, എന്നിട്ട് ആ കാലാകുന്ന കൊടയിൽ നിന്ന് ഞങ്ങളുടെ മേലെ അമൃതം വർഷിക്കണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി 10 ദഷ്ടം ജനം സമ്പതിതം ബിലേസ്മിൻ കാലാഹിന ക്ഷുദ്രസുഖോരുതർഷം സമുദ്ധരൈനം കൃപയാപവർഗീർ വചോഭിരാസിഞ്ച മഹാനുഭാവ. 10 മഹാനുഭാവ, ഹേ മഹാനുഭാവ വിളിക്കണം. അസ്മിൻ ഈ സംസാരമാകുന്ന ബിലം ച കിണർ, ഈ എന്താണ് സംസാരമാകുന്ന പൊട്ടക്കിണറ്റിലെ സമ്പതിതം വീഴുന്നവനും കാലാഹിന അവിടെ കാലം എന്ന സർപ്പത്തിനാൽ ദഷ്ടം കടിക്കപ്പെട്ടവനും സുഖോരുതർഷം അങ്ങനെ അല്പസുഖങ്ങളിൽ ആശയുള്ളവനും ഏനം, അതാണ് ക്ഷുദ്രസുഖം വെച്ചാൽ ക്ഷുദ്രമായിട്ടുള്ള സുഖങ്ങളോടൊക്കെ ആഗ്രഹമുണ്ട്. ഏനം ജനം ഈ മനുഷ്യനെ കൃപയ കാരുണ്യത്തോടെ ഉദ്ധരിച്ചാലും ആപവർഗേ മോക്ഷദമായ ആപവർഗിച്ചാൽ മോക്ഷം നൽകുന്നതായ പിന്നെ വചോഭി വാക്കുകളാൽ ആസിഞ്ച ഞങ്ങൾക്ക് അറിവ് തന്നാലും. അപ്പോൾ എന്താണ് ഭഗവാൻ പറയണ വെച്ചാൽ അങ്ങല്ല കാലടികളല്ലാതെ വേറെ ശരണമില്ല എന്ന് പറഞ്ഞുല്ലോ അല്ലേ. എന്നിട്ട് പിന്നെ പറയുകയാണ് കാലസർപ്പത്തിൻ്റെ കാലസർപ്പം ഞങ്ങൾ ദഷ്ടം എന്ന് പറഞ്ഞല്ലോ. കാലം സങ്കല്പത്തിൻ്റെ കടി ഏറ്റിട്ട് ഞങ്ങൾ ഈ സംസാരമാകുന്ന കിണറ്റിലെ പൊട്ടക്കിണറ്റിൽ കിടന്ന് പെടയാണ്. ജനങ്ങൾ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ കാലസർപ്പത്തിൻ്റെ കടിയേറ്റ് പെടയാണ്. അപ്പോൾ അങ്ങ് വൈരാഗ്യവും മോക്ഷവും തരാൻ കഴിവുള്ള നല്ല വാക്കുകളാൽ, അമൃതമാകുന്ന വാക്കുകളാൽ, അമൃത് പോലെയുള്ള വാക്കുകളാൽ ഈ ആൾക്കാരുടെ മേലെ അതിനെ തളിക്കണം. ആ അമൃതതുല്യമായ വാക്കുകളാൽ ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ കാലസർപ്പത്തിൻ്റെ കടിയേറ്റ് പിടയുന്നവരിൽ അങ്ങയുടെ വാക്കുകളാകുന്ന അമൃത വർഷിക്കണം. വാക്കാകുന്ന അമൃത വർഷിക്കണം, അല്ലെങ്കിൽ അമൃത ബിന്ദുക്കൾ വർഷിക്കണം എന്ന് പറയണം. കാരണം അവിടെയുള്ള ജനങ്ങളൊക്കെ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് കാലസർപ്പം കൊണ്ട് കടിച്ചിട്ട് എന്നിട്ടും അതുകൊണ്ട് പറയുന്നുണ്ട്, എന്നിട്ടും ക്ഷുദ്രസുഖങ്ങളിലൊക്കെ ആഗ്രഹം തീരാത്തവനുമായ ഈ ജനത്തെ നിത്യ ആനന്ദം നൽകുന്ന വാക്ധാരയാൽ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിത്യാനന്ദം നൽകാൻ കഴിവുള്ള വാക്കുകളെ കൊണ്ട് നനയ്ക്കൂ, അല്ലെങ്കിൽ ഉദ്ധരിക്കൂ എന്ന് പറയാണ് കേട്ടോ. ദഷ്ടം ജനം, ഈ ഭഗവാന്റെയാണ് ഇത്, ഇത്രയും ഉദ്ധവൻ്റെ 3 ശ്ലോകം. ദഷ്ടം ജനം സമ്പതിതം ബിലേസ്മിൻ കാലാഹിന, അഹി പറഞ്ഞ പാമ്പാണ്, കാലാഹിന പറഞ്ഞാൽ കാലമാകുന്ന സർപ്പാണ്, എപ്പോഴും കടിക്കുക അല്ലേ. കാലാഹിന ക്ഷുദ്രസുഖോരുതർഷം സമുദ്ധരൈനം എന്ന് ഉദ്ധരിച്ചാലും എങ്ങനെ കൃപയാ
കരുണയോടുകൂടി അപവർഗൈർവചോഭിരാസിഞ്ച മഹാനുഭാവേ, അതായത് മോക്ഷം തന്നെ തരാൻ കഴിവുള്ള അമൃതതുല്യമായ വാക്കുകളാൽ ഞങ്ങളെ തണുപ്പിച്ചാലും നനച്ചാലും, അല്ലെങ്കിൽ അമൃതതുല്യമായ വാക്കുകൾ ഞങ്ങളെ വർഷിച്ച് ഞങ്ങളുടെ ആ വേദനകളെ ശമിപ്പിച്ചാലും എന്ന്. അപ്പോൾ ഭഗവാൻ പറയണം പിന്നെ കേട്ടോ. ഇനി ഭഗവാൻ പറയണതാണ്, ശ്രീ ഭഗവാൻ വാച ഇത്തമേതദ് പുരാ രാജ ഭീഷ്മം ധർമ്മഭൃതാം വരം അജാതശത്രു പപ്രച്ഛ സർവേഷാം നൂനു ശൃണ്വതാം എന്ന് പറയണം. ഇതേ ചോദ്യം തന്നെയാണ് ധർമ്മപുത്രരെ പിന്നെ ഭീഷ്മനോട് ചോദിച്ച ഈ ഉത്തരായണം മരണം കാത്ത് കിടക്കുമ്പോഴേ അത് ഞാൻ പറയാമെന്ന് പറയാൻ ഭാവിക്കാനുണ്ട് ഭഗവാൻ വാച എന്താണ്? പുര മുമ്പ് ധർമ്മഭൃതാം, ധർമ്മന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലേ, ധർമ്മിഷ്ഠനാണല്ലോ. വരം, അതായത് ധർമ്മഭൃതാം വരം എന്താ? ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള, അതായത് ധർമ്മപുത്രനർത്ഥം. ഭീഷ്മനോട് രാജ അല്ലെങ്കിൽ അല്ല, ഏറ്റവും ധർമ്മിഷ്ഠനായ ഭീഷ്മരോടെന്നാണ് കേട്ടോ ഇവിടെ. അത് ശരിയാണ്. ഇപ്പോൾ പണ്ട് ധർമ്മഭൃതാം വരം ഭീഷ്മം, ധർമ്മമനുഷ്ഠിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭീഷ്മരോട് രാജ അജാതശത്രു, ധർമ്മപുത്രരെ, അവിടെ അജാതശത്രുവാണ് ധർമ്മപുത്രരെ, താം സർവേഷാം ഞങ്ങളെല്ലാവരും അനുശൃണ്വ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഭഗവാനൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ ഉത്തരായണം കാത്ത് പിന്നെ അമ്പിൽ എന്താണ് ശരശയ്യെ കിടക്കുകയാണല്ലോ. ആ സമയത്ത് ഭഗവാൻ അങ്ങോട്ട് പോവുമല്ലോ. ആ സമയത്ത് ധർമ്മപുത്രരെ ചോദിച്ചു, ധർമ്മിഷ്ഠനായിട്ടുള്ള ഭീഷ്മരോട് എന്താ ചോദിച്ചാൽ, ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവന്മാരെ എല്ലാവരും ഉണ്ട് അവിടെ. താം യുദ്ധം ഇപ്രകാരം ഇതിനെ ഏതത് പറ്റി പപ്രച്ഛ ചോദിച്ചു. ഇപ്പം ഉദ്ധവ അങ്ങ് ചോദിച്ചില്ലേ, ഏതാണ്ട് അതേ ചോദ്യം തന്നെ ഭീഷ്മർ സരശയ്യയിൽ ഉത്തരായണം കാത്ത് കിടക്കുന്ന സമയത്ത്, ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതേ ചോദ്യം തന്നെ ധർമ്മപുത്രർ ഭീഷ്മരോട് ചോദിച്ചു. അതാണ് പറഞ്ഞത്. ഇത്തമേതത് പുരാ രാജ ഭീഷ്മം ധർമ്മഭൃതാം വരം അജാതശത്രു പപ്രച്ഛ സർവേഷാം നൂനു ശൃണ്വതാം. ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിവൃത്തേ ഭാരതയുദ്ധേ സുഹൃന്നിധനവിഹ്വല ശ്രുത്വാ ധർമാൻ ബഹൂൻ പശ്ചാൻ മോക്ഷധർമാൻ അപൃച്ഛത. ഇതൊക്കെ ചോദിച്ചാൽ ഭാരതേ യുദ്ധേ നിവൃത്തേ, ഭാരതയുദ്ധം നിവൃത്തി പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ സുഹൃന്നിധന വിഹ്വല, സ്നേഹിതന്മാരുടെ മുഴുവൻ മരണം കൊണ്ട് അങ്ങേയറ്റം ദുഃഖിതനായ, സ്നേഹിതന്മാരും ബന്ധുക്കളും അല്ലേ ഒക്കെ കസിൻസിനെയാണല്ലോ കൊന്നത്. ബഹൂൻ ധർമാൻ, അതുകൊണ്ട് വല്ല ദുഃഖിച്ചിരിക്കണ പിന്നെ അനേക ധർമ്മങ്ങളെ ശ്രുത്വ കേട്ട് പശ്ചാത് പിന്നീട് മോക്ഷധർമ്മങ്ങളെ അപൃച്ഛത. ആദ്യം വേറെ രാജധർമ്മമൊക്കെ ചോദിക്കിട്ടോ ദുര്യോധനെ അല്ല ധർമ്മപുത്രരെ. അതായത് ധർമ്മപുത്രർക്ക് ഈ യുദ്ധത്തിൽ ഇത്ര അനവധി ആൾ കൊല്ലപ്പെട്ടുല്ലോ, എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു വിജയം കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ള ദുഃഖമുണ്ട്. ഇത്രയൊക്കെ എല്ലാവരെയും കൊന്ന് എത്ര ആൾക്കാരെ കൊല്ലേണ്ടി വന്നു അല്ലേ. അപ്പോൾ അതിൽ വളരെ ദുഃഖിതനായിട്ട് അനേക ധർമ്മങ്ങളെപ്പറ്റി ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജധർമ്മം, സ്ത്രീധർമ്മം, പിന്നെന്താ പറയുക പുത്രധർമ്മം, സകല ധർമ്മങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവസാനം ധർമ്മപുത്രരെ ഭീഷ്മ പിതാമഹനോട് ഈ മോക്ഷധർമ്മങ്ങളെ പറ്റിയും ചോദിച്ചു. പല ധർമ്മങ്ങളെ പറ്റിയും ചോദിച്ചു, അതൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം മോക്ഷധർമ്മങ്ങളെ പറ്റിയിട്ടും പിന്നെ ചോദിച്ചു. കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് അദ്ദേഹത്തിന്, ഇങ്ങനെ എല്ലാവരുടെയും മരണം കൊണ്ട് ദുഃഖം വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും അവസാനം മോക്ഷധർമ്മത്തിനെ പറ്റി ധർമ്മപുത്രരുടെ ഭീഷ്മനോട് ചോദിച്ചു. നിവൃത്തേ ഭാരതേ യുദ്ധേ സുഹൃന്നിധന വിഹ്വല ശ്രുത്വാ ധർമാൻ ബഹൂൻ പശ്ചാൻ മോക്ഷധർമാൻ അപൃച്ഛത ചോദിച്ചു. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. താനഹം തേഭിധാസ്യാമി ദേവവ്രതമുഖാശ്രുതാൻ ജ്ഞാനവൈരാഗ്യ വിജ്ഞാന ശ്രദ്ധാഭക്ത്യുപബൃംഹിതാൻ. അതാണ് 13. ദേവവ്രതമുഖാത്, അതായത് ദേവവ്രതൻ വെച്ചാൽ ഭീഷ്മർ തന്നെ. ദേവവ്രതൻ എന്ന പേരും കൂടിയുള്ള ഭീഷ്മരുടെ മുഖത്ത് നിന്ന്, മീൻസ് പിന്നെ വായിൽ നിന്ന് ശ്രുത്വാൻ കേൾക്കപ്പെട്ടവളും ജ്ഞാനം വൈരാഗ്യം വിജ്ഞാനം ശ്രദ്ധാഭക്തി ഉപബൃംഹിതാൻ, ശ്രദ്ധാഭക്തി ഇവകളാൽ സമ്പന്നവും
ആയ താൻ ആ മോക്ഷധർമ്മങ്ങളെ അഹം ഞാൻ തേ നിനക്ക് അഭിധാസ്യാമി ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന്. ഇങ്ങനെ ഭീഷ്മരോട് മോക്ഷധർമ്മങ്ങൾ എന്താന്ന് ധർമ്മപുത്രർ ചോദിച്ചപ്പോൾ ഭീഷ്മര് ജ്ഞാനം വൈരാഗ്യം വിജ്ഞാനം ശ്രദ്ധാഭക്തി ഇതിനാൽ സമ്പന്നമായ ആ മോക്ഷധർമ്മങ്ങളെ എന്താണ് ഭീഷ്മ പിതാമഹൻ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുത്തത് അത് തന്നെ ഞാനിപ്പോൾ ഉദ്ധവ അങ്ങയ്ക്കും പറഞ്ഞു തരാമെന്ന്. അതാണ് ജ്ഞാനം വൈരാഗ്യം, അല്ലെങ്കിൽ വൈരാഗ്യം ജ്ഞാനം. അപ്പോഴാണല്ലോ ജ്ഞാനം എന്താണെന്ന് അറിയുക. വൈരാഗ്യം വന്നാലാണ് ജ്ഞാനം അറിയണം എന്ന് തോന്നുക, ജിജ്ഞാസ ഉണ്ടാവുക. അപ്പം ജ്ഞാനം അറിഞ്ഞാൽ പിന്നെ വിജ്ഞാനം, ആ അറിഞ്ഞ ജ്ഞാനം അനുഭവമാവുക പറഞ്ഞല്ലോ. അത് ശ്രദ്ധ ഭക്തി ഇതൊക്കെ കൂടിയതോടുപോയും ഭീഷ്മ പിതാമഹൻ്റെ മുഖത്തിൽ നിന്ന് കേട്ടതുമായ ആ ധർമ്മങ്ങളെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. താനഹം തേ ഭിദാസ്യാമി ദേവവ്രതമുഖാച്യുതാൻ ജ്ഞാനവൈരാഗ്യ വിജ്ഞാന ശ്രദ്ധാഭക്തി ഉപബൃംഹിതാൻ. ഇനി അതിൽ ജ്ഞാനത്തിനെ മാത്രം പറയുകയാണ്. നവൈകാദശ പഞ്ചത്രീൻ ഭാവാൻ ഭൂതേഷു യേന വൈ ഈക്ഷേതാഥൈകമപ്യേഷു തജ്ഞാനം മമ നിശ്ചിതം. അപ്പോൾ ആ ജ്ഞാനസ്വരൂപം എന്താണെന്നാണ് ഇതിൽ പറയണത് കേട്ടോ. അത് മാത്രമേ പറയുള്ളൂ ഇതിൽ. അതായത് അതായത് 7 എന്തൊക്കെയാ അറിയോ? പ്രകൃതി, നവ, പിന്നെ എന്താണ്, ഭൂതേഷു ഭൂതങ്ങളിൽ, അതാണ് ഭൂതങ്ങളിൽ നവം. അതെന്തൊക്കെ 9 പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം, പിന്നെ അപ്പം 4 ഇല്ലേ. പിന്നെ പഞ്ചതന്മാത്രകൾ, എന്താ ശബ്ദസ്പർശ രൂപരസം, പഞ്ചതന്മാത്രകൾ. ഈ 9 ഇവിടെ ആദ്യം നവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. 9 എന്തൊക്കെയാ വെച്ചാൽ സൃഷ്ടിയുടെ ആദ്യമുള്ളത് എന്താണ്? പ്രകൃതിയും പുരുഷനും അല്ലേ. അതായത് മായ ഭഗവാനിൽ ഉറങ്ങിക്കിടക്കണു, ഭഗവാൻ മായയെ ഈക്ഷിക്കണു. അപ്പം അത് പുരുഷൻ, മായ, പ്രകൃതി. പിന്നെ ആദ്യം മഹത്തത്വമല്ലേ ഉണ്ടായത്. പിന്നെ മഹത്വത്തിൽ നിന്ന് അഹങ്കാരമല്ലേ ഉണ്ടായത്. ആ ഈ 4 പിന്നെ താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം തന്മാത്രകളാണ് ഉണ്ടായത്. സ്പർശ രൂപ രസഗന്ധം. അതും ഈ 5 തന്മാത്രകളും ആദ്യത്തെ പ്രകൃതി, പുരുഷൻ, മഹത്വത്വം, അഹങ്കാരത്തിനാണ് നവം എന്നുകൊണ്ട് 9 കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെയോ ഏകാദശം, പിന്നെ 11. ഏതൊക്കെ അറിയോ? 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്. അതാണ് 11 ഇന്ദ്രിയങ്ങൾ. പിന്നെയോ പിന്നെ മഹാഭൂതങ്ങൾ. പിന്നെയാണ് മറ്റേ ആദ്യം പിന്നെ ഇതല്ലേ പറഞ്ഞോളൂ, തന്മാത്രകളല്ലേ പറഞ്ഞോളൂ. ഇനി ശരിക്കുള്ള ആകാശം, പിന്നെ വായു, അഗ്നി, ജലം, ഭൂമി, അത് പഞ്ചഭൂതങ്ങൾ. അപ്പോൾ അത് 5. 9, 11, 20, 25, 25. പിന്നെ 3 സത്വരജസ്തമോ ഗുണങ്ങൾ മായയിലത്തെ. പിന്നെയോ ഇങ്ങനെ 28 തത്വങ്ങളെ അങ്ങനെ അതെന്നാണല്ലോ ഈ ലോകം ഉണ്ടായത്. അത് അപ്രകാരം തന്നെ യേശു ഈ കാരണങ്ങളിൽ കൂടി ഏകം അഭി പരമാത്മാവ് ഒന്നു തന്നെയാണ് എല്ലാ ദിക്കിലും എന്നതിനെയും ഏതൊരു ജ്ഞാനത്താൽ ഈക്ഷേത അറിയുന്നുവോ. ഈ പറഞ്ഞതൊക്കെ നാമരൂപങ്ങൾ മാത്രമാണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് ഏതൊരു ജ്ഞാനം കൊണ്ടാണ് അറിയണത് അതന്നെയാണ് ജ്ഞാനം എന്ന വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ജ്ഞാനം മമ നിശ്ചിതം, അതന്നെയാണ് ജ്ഞാനം എന്ന്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇതിലിപ്പോൾ 28 കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ സൃഷ്ടിയിലേക്ക് പോയാൽ നമുക്കത് നല്ലോണം മനസ്സിലാവും. സൃഷ്ടിയിൽ പുരുഷൻ, പ്രകൃതി ഭഗവാനിൽ നമ്മൾ പറഞ്ഞല്ലോ ലയിച്ച് കിടക്കുന്ന ആ പ്രകൃതിയാണ് ഭഗവാൻ നോക്കണത്. അപ്പോൾ പ്രകൃതി, പുരുഷൻ പ്രകൃതി. പിന്നെ മായയെ ഈക്ഷണം ചെയ്തപ്പോൾ മഹത്വത്വം വേർതിരിഞ്ഞു. ആ മഹത്വത്തിന് അഹങ്കാരം ഉണ്ടായി. അത് 4. താമസാഹങ്കാരത്തിനുണ്ടായ ആദ്യം ഉണ്ടായ 5 തന്മാത്രകൾ മാത്രം, അതിനെയാണ് നവെന്ന് പറഞ്ഞത്. പിന്നെ 11 പറഞ്ഞത് എന്താണ്? രജോ ഗുണത്തിനുണ്ടായിട്ടുള്ള 5 കർമ്മേന്ദ്രിയങ്ങളും 5
ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ മനസ്സും. അപ്പോൾ 11 പിന്നെ പഞ്ചഭൂതങ്ങൾ, ഈ തന്മാത്രകളിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങൾ, പിന്നെ ഈ 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണം. അത് ആജിറ്റേറ്റഡ് ആയിട്ടാണല്ലോ ആദ്യം മഹത്വത്വം ഉണ്ടായത്. അപ്പോൾ അതും കൂടിയും കൂട്ടിയാൽ 28 തത്വങ്ങളാണ് ഈ പിന്നെ എന്താണ് നമ്മൾ കാണുന്ന ഈ 28 തത്വങ്ങളെയാണ് ഈ കാര്യകാരണാത്മകങ്ങളായിട്ടുള്ള എല്ലാറ്റിലും നമ്മൾ ഇവിടെയുള്ള ഈ 28 തത്വങ്ങളിലും ആ ഒരേ ഒരു പരമാത്മാവിൽ നിന്ന് തുടങ്ങിയതാണ് ഇവൻ പുരുഷൻ. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ നാമരൂപങ്ങളാണ് ഈ 28 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, മനസ്സ്, പഞ്ചഭൂതങ്ങൾ, ത്രിഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ, ഇത് മുഴുവൻ ആ പരമാത്മ തത്വത്തിൻ്റെ നാമരൂപഭേദങ്ങളാണ് എന്ന് ഉള്ള കാര്യം ഏതൊരു ജ്ഞാനം കൊണ്ടറിയുന്നുവോ ആ ജ്ഞാനമാണ് ശരിക്കുള്ള ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കാര്യകാരണാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചം, കാര്യം വെച്ചാൽ മായയാണ്, കാരണം വെച്ചാൽ ബ്രഹ്മം. അപ്പോൾ കാര്യകാരണമായിട്ടുള്ള ഈ പ്രപഞ്ചം ആ പരമകാരണമായ പരമാത്മാവന്നെയാണ് എന്നറിയുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള ആത്മതത്വം എന്നാണ് പറയണത്. അതാണ് ഇതിൽ പറഞ്ഞത്. അത് ശരിക്കുള്ള ജ്ഞാനം ചെന്നാൽ എല്ലാം ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ കാണുന്ന ജഗത്ത് തന്നെ ബ്രഹ്മം ആകാരം പൂണ്ട് നിൽക്കുകയാണെന്ന്. ബ്രഹ്മാകാരാണത് ഈ ജഗത്ത് തന്നെയെന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനാണ് ശരിക്കുള്ള ജ്ഞാനം. അപ്പോൾ ഈ 28 തത്വങ്ങളും ബോധം, ആ അഖണ്ഡബോധരൂപമായ ഏക വസ്തു തന്നെ ആണെന്ന് അറിയുന്ന ആ ജ്ഞാനം, ഈ അല്ലെങ്കിൽ അത് അനുഭവമാകുന്ന വിജ്ഞാനത്തിന് തന്നെയാണ് എന്ത് ഞാനെന്ന് ഡിഫൈൻ ചെയ്യണത് എന്നാണ് അപ്പോൾ ഭഗവാൻ ഇതിൽ പറഞ്ഞത്. വളരെ നമുക്ക് ഈ കാണുന്നതൊക്കെ കാര്യവും കാരണമായിട്ടുള്ള പ്രപഞ്ചം ആ പരമകാരണമായിട്ടുള്ള പരമാത്മാവ് തന്നെയാണെന്ന്. അതായത് പ്രകൃതി പുരുഷൻ തൊട്ടുള്ള 28 ശരിക്കും ആ പരമാത്മാവ് തന്നെ വിവിധ നാമരൂപങ്ങളിൽ നമ്മൾ അറിയുകയാണ്. പരമാത്മാവല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നറിയുന്ന ജ്ഞാനം തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ 14ാമത്തെ ശ്ലോകം വായിച്ച് ഇവിടെ നിർത്താം. നവ ഏകാദശ പഞ്ചത്രീൻ ഭാവാൻ ഭൂതേഷു യേന വൈ ഈക്ഷേതാതൈകമപ്യേഷു തജ്ഞാനം മമ നിശ്ചിതം. അതാണ് ജ്ഞാനം എന്നാണ് എൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഡെഫിനിഷൻ ജ്ഞാനത്തിൻ്റെ അതാണെന്ന് പറയുകയാണ്. ഈ കാര്യകാരണങ്ങൾ കൂടി പരമാത്മാവ് തന്നെയാണ് പരമകാരണമായി വ്യാപിച്ചിരിക്കുന്ന എല്ലാറ്റിലും അകത്തും പുറത്തും ഉള്ളത് ആ ഊടും ബാവുമായിട്ട് നിൽക്കുന്നത് ആ പരമ ആത്മാവ് തന്നെയാണ് എന്നുള്ളത് ഏതൊരു ജ്ഞാനത്താൽ അറിയുന്നുവോ അത് തന്നെയാണ് ജ്ഞാനം എന്നാണ് എൻ്റെ ഉറച്ച തീരുമാനം എന്നാണ് ഭഗവാൻ പറയണത്. മമ നിശ്ചിതം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. അതായത് ബ്രഹ്മല്ലാതെ ഒന്നുമില്ല, ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മാണ്, ബ്രഹ്മാകാരമായിട്ട് കാണുന്നതാണ് പ്രപഞ്ചം എന്നർത്ഥം. ചുരുക്കം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.